അച്ചാച്ചൻ പോയടാ കാശി? അമൽ പുറത്തുനിന്ന് കയറി വരുമ്പോൾ തിരക്കി. ഉവ്വടാ, ശശിയേട്ടൻ വന്ന് ഇപ്പോ അങ്ങോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ. പാവമല്ലേടാ അച്ചാച്ചൻ സന്തോഷത്തോടെ കഴിയേണ്ടത്. വയസ്സുകാലത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു അമലേ. കാശി സെറ്റിയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. സാരമില്ല കാശി, ഇപ്പോ അച്ചാച്ചന്റെ ഏറ്റവും വലിയ ദുഃഖം അപ്പുവാണ്. അവളെ നിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നതോടെ ആ വിഷമം തീരുമല്ലോ. അമൽ അവനെ സമാധാനിപ്പിച്ചു. എനിക്കറിയില്ല അമലേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എനിക്കൊരു വിവാഹത്തിനൊന്നും താല്പര്യമില്ല. ഇനി അഥവാ അങ്ങനെ ഒന്നും സംഭവിക്കുന്നു എങ്കിൽ പക്വതയുള്ള, അത്യാവശ്യം പഠിപ്പുള്ള, ഒരു ജോലിയുള്ള, എല്ലാത്തിനുപരി അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയായി ഒരുപാട് സ്വന്തം ബന്ധങ്ങളുള്ളൊരു പെൺകുട്ടിയാവും എന്നിട്ടിപ്പോ അവൾ അപ്പു അതൊരു ചെറിയ കുട്ടിയാണ്. ജീവിതം എന്തെന്ന് അവൾക്ക് അറിയില്ല. അല്ല, അതിനുള്ള പ്രായവും അല്ലല്ലോ. അവിടെ ചെറിയമ്മ പറയുന്നതും മേമ്മ പറയുന്നതും ഒക്കെ കേട്ട് അവർക്ക് ജോലിയും ചെയ്തു നടക്കുന്ന ഒരു മിണ്ടാപ്രാണി. അങ്ങനെയാണ് ഞാൻ വല്ലപ്പോഴും അവളെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഞാൻ നല്ലോണം പാടുപെടും. കാശി ആലോചനയോടെ പറഞ്ഞു. എല്ലാം ശരിയാകും കാശി. നിനക്ക് ദൈവം വിധിച്ചത് അവളെയാണ്, നിന്റെ വൈദ്യോപ്പയുടെ മോളെ. അതങ്ങനെ തന്നെ നീ അംഗീകരിക്കണം. കാശിയുടെ മനസ്സിൽ അവളെ ഉറപ്പിക്കാൻ എന്ന പോലെ അമൽ പറഞ്ഞു. അവൾക്ക് വേണ്ട എന്ന് തോന്നും വരെ ഇവിടെ ഈ വീട്ടിൽ എൻ്റെ ഭാര്യയായി ഞാൻ കെട്ടിയ താലിയും എൻ്റെ പേരിലുള്ള സിന്ദൂരവും അണിഞ്ഞ് അർപ്പിത ലക്ഷ്മി എനിക്കൊപ്പം ഉണ്ടാകും. അത് മനസ്സിലുറപ്പിച്ച് തന്നെയാവും ഞാൻ അവളെ താലി കെട്ടി കൂടെ കൂട്ടുന്നത്. കാശി ആലോചനയോടെ പറഞ്ഞു. അതെ അമലേട്ടാ, കാശിയേട്ടാ, ഞാനൊരു പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ട്. നാളെ ഞാൻ ആളെ കാണിച്ചു തരും. എല്ലാരും കൂടെ ചേർന്ന് അവളെ എനിക്ക് കല്യാണം ആലോചിക്കണം. അകത്തെന്തോ പരിപാടിയിലായിരുന്ന അഭിലാഷ് പറഞ്ഞു. പെണ്ണോ? എവിടുന്ന്? അടി വാങ്ങി തരോടാ? അമൽ വെപ്രാളത്തോടെ തിരക്കി. അതൊന്നുമില്ല, നാളെ കല്യാണത്തിന് അമ്പലത്തിൽ അവളും ഉണ്ടാവും. മനക്കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന അശ്വതിയെ ഓർത്തുകൊണ്ട് അഭി പറഞ്ഞു. രാത്രി ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ കാശിയുടെ ഉള്ളിൽ ഇതുവരെ ഒരു ഫോട്ടോയിൽ പോലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മുഖമില്ലാത്ത അമ്മയും തൊട്ടടുത്ത് ഉണ്ടായിട്ടും ഒന്ന് ചേർത്ത് പിടിക്കുക പോലും ചെയ്യാത്ത അച്ഛനും ഒക്കെ മുന്നിൽ വന്ന് നിൽക്കും പോലെ തോന്നി. 10 വയസ്സുവരെ ഒറ്റപ്പെടൽ അറിഞ്ഞിട്ടില്ല. ചെറിയമ്മ വേർതിരിവൊക്കെ കാണിക്കുമെങ്കിലും അച്ചാച്ചനും അച്ചമ്മയും വൈദ്യുവപ്പയും ഒക്കെ ചേർന്ന് കുഞ്ഞു കാശിക്ക് സന്തോഷം തന്നെയായിരുന്നു. പക്ഷേ 10ാം വയസ്സിൽ ബോർഡിങ്ങിലേക്ക് പറിച്ചു നടപ്പെട്ടതോടെ എല്ലാരിൽ നിന്നും എല്ലാത്തിൽ നിന്നും മനഃപൂർവ്വം അകന്നുപോയി. ഓരോന്നാലോചിച്ച് കിടന്ന് വെളുപ്പിന് എപ്പോഴോ ആണ് കാശി ഒന്ന് മയങ്ങിയത്. അപ്പൂ, കുട്ടി എഴുന്നേറ്റ് വന്നേ കുഞ്ഞേ, നേരമായി കേട്ടോ. ദേവകി അവൾക്കരികിലിരുന്ന് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇത്തിരി കൂടെ ഉറങ്ങട്ടെ അമ്മമ്മേ, എൻ്റെ കണ്ണ് അടഞ്ഞു പോകുന്നു. വീണ്ടും പുതച്ചുമൂടി കിടന്നുകൊണ്ട് അപ്പു പറഞ്ഞു. ഒരുക്കാനുള്ള കുട്ടി ഇപ്പൊ വരുമെന്ന് അപ്പുവിൻ്റെ ചേട്ടൻ ആകാശ് ദാ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. അപ്പു കുഞ്ഞ് ഉണർന്ന് കുളിച്ചു വായോ? അവളെ ഒന്നുകൂടെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു അവർ. ഈ അമ്മമ്മ, എനിക്ക് ഉറക്കം മാറിയില്ല. എഴുന്നേറ്റിരുന്നു അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അമ്മമ്മയുടെ പൊന്നു ചെന്ന് കുളിച്ചിട്ട് വായോ. നമ്മുടെ തറവാട്ടമ്പലത്തിൽ പോയി തൊഴുതു വരണം. എന്നിട്ട് ഇത്തിരി എന്തേലും കഴിക്കണം. എന്നിട്ട് വേണം ഒരുങ്ങാനിരിക്കാൻ. അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ദേവകി പറഞ്ഞു. തറവാട്ടമ്പലത്തിൽ മാത്രമല്ല, എൻ്റെ അമ്മയെയും കണ്ടു പറയണം എനിക്ക്. അപ്പു ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞോ, അച്ചാച്ചൻ അവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടല്ലോ. ദേവകി പറഞ്ഞതും അപ്പു ഒന്ന് മൂളിക്കൊണ്ട് കുളിച്ചു മാറാനുള്ള തുണിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. അവൾ പോകുന്നത് നോക്കിയിരിക്കെ ദേവകിയുടെ മിഴികൾ നനഞ്ഞു. നല്ലൊരു ജീവിതം എൻ്റെ കുഞ്ഞിന് കൊടുക്കണേ ഭഗവതി. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ അവൾക്കും വേറെ ആരും ഉണ്ടാവില്ല. കാശി അവളെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ തോന്നണേ. നെഞ്ചുരുകി അവർ പ്രാർത്ഥിക്കുമ്പോൾ 2 ആൺമക്കളും അവരുടെ ഭാര്യമാരോ മക്കളോ പോലും ഈ മുറ്റത്ത് തിരിഞ്ഞു കയറിയില്ലല്ലോ എന്നതായിരുന്നു ആ മനസ്സിൽ നിറഞ്ഞു നിന്ന വേദന. എൻ്റെ കുഞ്ഞിന് ഞങ്ങളില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. നോവുന്ന ഹൃദയത്തോടെ അവർ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഉണർന്നോ ദേവകി? കൊച്ചിനോട് പരദേവതയെ പോയെന്ന് തൊഴുവാൻ പറയണേ. കാശി വാങ്ങിക്കൊടുത്ത സെറ്റ് മുണ്ടിൻ്റെ നേരിയത് ശരിയാക്കി ഇടുന്ന അവർക്ക് അരികിലേക്ക് വന്ന് ജഗന്നാഥൻ പറഞ്ഞു. ഉവ്വ്, ഞാൻ വിളിച്ചുണർത്തി കുളിക്കാൻ വിട്ടിട്ടുണ്ട്. വരട്ടെ, തൊഴാൻ ഞാനും കൂടെ പോകുന്നുണ്ട്. അവരെല്ലാം ശരിയാക്കിക്കൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ പറഞ്ഞു. അമ്മമ്മേ, അപ്പൂപ്പ, നമുക്ക് പോകാമോ? പടികൾ ഓടി ഇറങ്ങി വന്ന് അപ്പു തിരക്കി. എല്ലാവരും കൺചിമ്മാതെ അവളെ തന്നെ നോക്കി നിന്നു. സെറ്റിന്റെ പാവാടയും മെറൂൺ നിറത്തിലെ ബാക്ക് ഓപ്പൺ ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. കനത്ത നീണ്ട തലമുടി കുളിപ്പിന്നൽ കെട്ടി അഴിച്ചിട്ടിരിക്കുന്നു. മുഖത്താകെ ചമയം എന്ന് പറഞ്ഞാൽ ശിങ്കാറിന്റെ ചാന്ത് കൊണ്ട് ഒരു കുഞ്ഞു പൊട്ട് ഉണ്ട് നെറ്റിയിൽ. പൗഡർ പോലും ഇട്ടിട്ടില്ല. അതുപോലെ കണ്ണെഴുതിയിട്ടില്ല. എങ്കിലും എൻ്റെ പൊന്നുമോള് അതിസുന്ദരി തന്നെയാണ്. ആർക്കും മോഹം തോന്നും വിധം സുന്ദരി. അവൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യം കയ്യിലും കാലിലുമൊക്കെ നഖം ഷേപ്പ് ചെയ്ത് നല്ല ഭംഗിയായി നെയിൽ പോളിഷ് ഇടുക എന്നുള്ളതാണ്. അതും ചുവപ്പും കറുപ്പുമാണ് അവളുടെ ഇഷ്ടനിറം. ദേവകി അവളുടെ കൈ പിടിച്ച് ആ നീണ്ട വിരലുകളിൽ നോക്കി ആലോചിച്ച് നിന്നു പോയി.
അപ്പൂപ്പൻ വരുന്നില്ല, നമുക്ക് രണ്ടാൾക്കും കൂടെ പോയിട്ട് വരാം, വായോ. അവളെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി ദേവകി. തറവാട്ടു കോലപ്പിൽ അങ്ങേ അറ്റത്തായിട്ടാണ് കുഞ്ഞൊരു അമ്പലമുള്ളത്. അവിടെ തൊഴുത് പ്രസാദം വാങ്ങി വരും വഴി തെക്കേ തൊഴിൽ ചെന്ന് വൈദുവിനെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പു. എന്തേ, അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പു? തിരികെ തറവാട്ടിലേക്ക് നടക്കുമ്പോൾ ദേവകി തിരക്കി. അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ അമ്മമ്മേ? നനവൂറിയ മിഴിയോടെ അപ്പു അവരെ നോക്കി. എല്ലാം വിധിയാണ് അപ്പു. അവൾക്ക് ആ പ്രായം വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിധിയുള്ളൂ. ഇനി നീ സന്തോഷമായിട്ട് കാശിക്കൊപ്പം ജീവിക്കുമ്പോൾ എൻ്റെ വൈദുവിൻ്റെ ആത്മാവും സന്തോഷിക്കും. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് കരയാതെ ചെന്ന് ഒരുങ്ങിയിറങ്ങാൻ നോക്ക്. ദേ, അച്ചുവും ആ കുട്ടിയും വന്നു, വാ. ദേവകി അവളെ കൂട്ടി വേഗം വീട്ടിനുള്ളിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. പാടി, 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടേ? ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂറാണ് ആകെ ഉള്ളത്. അപ്പുവിൻ്റെ കൈയും പിടിച്ച് അവളുടെ റൂമിലേക്ക് ഓടിക്കയറുമ്പോൾ അച്ചു പറഞ്ഞു. കൊച്ചൊന്നും കഴിച്ചില്ല തങ്കമണി. പഴം വേവിച്ചത് ഒരെണ്ണം എടുത്ത് ഒരു ഗ്ലാസ് പാല് ഹോർലിക്സ് ഇട്ട് അതും എടുത്തോ, ഞാൻ കൊണ്ടുപോയി കഴിപ്പിക്കാം. അപ്പു പോയ വഴിയെ നോക്കി ചിരിയോടെ നിന്ന് അവരോട് ദേവകി പറഞ്ഞു. ആ, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം. പറഞ്ഞുകൊണ്ട് തന്നെ അവർ അടുക്കളയിലേക്ക് പോയി. ദേവകി ഒന്ന് മൂളിക്കൊണ്ട് ജഗന്നാഥൻ്റെ അടുത്തേക്ക് വന്നു. പോകാനിറങ്ങിയോ? കൊച്ചിന് കഴിക്കാനുള്ളത് ഞാൻ അച്ചുമോളെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ വരാം. അല്ലെങ്കിൽ ഇറങ്ങാൻ നേരം അവളൊന്നും കഴിക്കില്ല, അവർ വേവലാതിയോടെ പറഞ്ഞു. കൊടുത്തിട്ട് വേഗം വാ. ശശി വന്നു. ഓടിപ്പോയി ചെക്കനെ ഒന്ന് കാണാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. അപ്പുവിനെ പോലെ തന്നെ അവനും നമ്മളല്ലേ ഉള്ളൂ. ചാരി കസേരയിൽ ചാഞ്ഞിരുന്ന് അയാൾ പറഞ്ഞു. വിഷമിക്കേണ്ട, അവർ രണ്ടാളും ഒന്നിച്ചു കഴിഞ്ഞാൽ പരസ്പരം താങ്ങായി നിന്നോളും. അതുകൊണ്ടാവും ആദിക്ക് വൈകിയാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തോന്നിയത്. ഇതാവും നിയോഗം. ദേവകി അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ, നീ പറഞ്ഞത് ശരിയാണ്. ഇതാവും ദൈവത്തിൻ്റെ തീരുമാനം. ആ തീരുമാനം മാറ്റാൻ നമ്മൾ മനുഷ്യരെ കൊണ്ടാവില്ലല്ലോ. കൊച്ചിന് കഴിക്കാനുള്ളത് കൊണ്ട് കൊടുക്കാൻ തങ്കമണിയോട് പറഞ്ഞിട്ട് വാ, നമുക്ക് ഇറങ്ങാം. പോയിട്ട് വേഗം വരണ്ടേ? അയാൾ മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കാറിനരികിലേക്ക് നടക്കുമ്പോൾ പറഞ്ഞു. ഒരുങ്ങി കഴിയുന്നതിനിടയ്ക്ക് ആ പുഴുങ്ങിയ പഴവും പാലുമൊക്കെ അപ്പുവിനെ കൊണ്ട് കഴിപ്പിച്ചു അശ്വതി. എൻ്റെ അപ്പു, എന്തൊരു ഭംഗിയാടി പെണ്ണെ നിന്നെ കാണാൻ. ഞാനേ ഒരാണായിരുന്നുവെങ്കിൽ നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഞാൻ തന്നെ അങ്ങ് കെട്ടിയേനെ. അപ്പുവിൻ്റെ ഒരുക്കം കഴിഞ്ഞതും ആ കവിളിൽ മുത്തി പറഞ്ഞാണ് അച്ചു അവളുടെ സന്തോഷം അവളെ അറിയിച്ചത്. അയ്യേ, ഈ പെണ്ണ് എന്തൊക്കെയാണ്ടി പറയുന്നേ? അച്ചുവിൻ്റെ കഴുത്തിൽ കിടന്ന മാല നേരെ പിടിച്ചിട്ടുകൊണ്ട് അപ്പു നാണം നിറഞ്ഞൊരു ചിരിയോടെ തിരക്കി. ഓ, എൻ്റെ അപ്പൂസിന് ഞാൻ വന്നോ? അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അശ്വതി ചോദിച്ചു. ഒരുക്കമൊക്കെ കഴിഞ്ഞോ മക്കളെ? ഇറങ്ങാൻ നേരമായി. കാശിയുടെ വീട്ടിൽ നിന്ന് തിരക്കിട്ട് ഓടി വന്ന ദേവകി താഴെ നിന്ന് തന്നെ വിളിച്ചു തിരക്കി. കഴിഞ്ഞല്ലോ. അമ്മമ്മയുടെ അപ്പു സുന്ദരിയായെന്ന് ഒന്ന് നോക്കിയേ. അപ്പുവിനെ കൂട്ടി മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന അച്ചു ചോദിച്ചു. അമ്മമ്മയുടെ പൊന്നൂട്ടിയെ? എൻ്റെ പൊന്ന് വലിയ പെണ്ണായല്ലോ. നിറമൊഴിയോടെ അതിയായ വാത്സല്യത്തോടെ സ്നേഹത്തോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ദേവകി പറഞ്ഞു. അവർക്ക് പിന്നിൽ നിന്ന് ഇതൊക്കെ കണ്ടുനിന്ന ജഗന്നാഥൻ നിറഞ്ഞുപോയ തൻ്റെ മിഴികൾ ഒപ്പി. അതെ അതെ, നേരമായെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാൽ മതിയോ അമ്മമ്മേ? അച്ചു ഒരു ചിരിയോടെ അവരോട് തിരക്കി. ആ, ശരിയാ, നമുക്കിറങ്ങാം, ജഗന്നാഥൻ വെപ്രാളത്തോടെ പറഞ്ഞു. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി അവിടുന്ന് ഇറങ്ങി കാറിലേക്ക് കയറുമ്പോൾ അപ്പുവിൻ്റെ മിഴികൾ ഒരു നിമിഷം തെക്കേ തൊടിയിലേക്ക് പാഞ്ഞു. അവിടെ മുഖം നിറയെ ചിരിയോടെ അമ്മ നിൽപ്പുണ്ട് എന്ന് അവൾക്ക് തോന്നി. നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ മോനും ഞാൻ 2ാം തരക്കാരാണെന്ന് ഇന്ന് കൊണ്ട് എനിക്ക് ബോധ്യമായി. വിലയേറിയ പട്ടുസാരി ചുറ്റി കുറേയേറെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാരി വലിച്ചണിഞ്ഞു മുല്ലപ്പൂവും ചൂടി ആദിയുടെ വിവാഹത്തിന് ഒരുങ്ങിയിറങ്ങിയ ഹേമ അനന്തനോട് പറഞ്ഞു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ആദിയോട് അവർ എന്ത് തരംതിരിവാണ് കാണിച്ചത്? തലമുടി ചീകി ഒതുക്കിക്കൊണ്ട് നിന്ന അനന്തൻ അവളെ നോക്കി തിരക്കി. അത് പിന്നെ, ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമല്ലേ? ഹേമ അയാളുടെ ഷർട്ടിൻ്റെ ബട്ടണിൽ നുള്ളി പിടിച്ചുകൊണ്ട് തിരക്കി. അതിനിപ്പോൾ എന്താ കുഴപ്പം? അയാൾ ചോദ്യഭാവത്തിൽ അവരെ നോക്കി. അല്ല, അവർക്കൊന്ന് ഇവിടെ വരെ വരാമായിരുന്നു, ഒന്നും കൊടുക്കണ്ട. പക്ഷേ ഇവനെ ഒന്ന് അനുഗ്രഹിക്കാനെങ്കിലും ഇങ്ങോട്ട് വരാമായിരുന്നു. ഹേമ അയാളെ എരിവ് കയറ്റാൻ എന്നവണ്ണം പറഞ്ഞു. കൊള്ളാലോ, ഇതൊക്കെ നീ തന്നെ പറയണം. ആദ്യപോലെ തന്നെ എൻ്റെ മകനാണ് കാശിയും. എന്നിട്ട് അവനെ ഒന്ന് കാണാൻ പോകാൻ പോലും നീ ഇന്നലെ സമ്മതിച്ചോ? സ്വന്തമെന്ന് പറയാൻ കൂടെ ആരുമില്ലാതെ ആ വീട്ടിൽ നിന്ന് ഇന്ന് അവൻ ഇറങ്ങും. ആ വേദന പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അത്രയും വേദനയൊന്നും അച്ഛനും അമ്മയും ഇവിടെ വന്നില്ല എന്നും പറഞ്ഞ് നിനക്കുണ്ടാവില്ല. അതൊക്കെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ് ഹേമേ. പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് അനന്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്തു പറഞ്ഞാലും അതിനൊക്കെ 100 ന്യായം പറഞ്ഞ് എൻ്റെ വായ അടപ്പിക്കാൻ അങ്ങേർക്ക് അറിയാം. ഇനി മോനെ പോയി കണ്ട് കൊഞ്ചിക്കാഞ്ഞിട്ടാണ്. പുച്ഛത്തോടെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവർ അയാൾക്ക് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിന് മുന്നിൽ കാറിൽ വന്നിറങ്ങി അപ്പുവിനെ കാണെ ഹേമയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. കാശി വാങ്ങിയ പട്ടുസാരിയായിരുന്നു അവൾ ഉടുത്തത്.
അതുപോലെ അത്യാവശ്യം വേണ്ട ആഭരണങ്ങളും മുല്ലപ്പൂവും ഒക്കെ അണിഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു അവൾ. എങ്ങനെ നോക്കിയാലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലും പൊന്നിലും പട്ടിലും പൊതിഞ്ഞു നിന്നിട്ടും സോണി അപ്പുവിന്റെ 7 അയലത്ത് വരില്ല എന്ന് ആ നിമിഷം ഹേമയ്ക്ക് തോന്നി. അല്ല, എത്ര സുന്ദരിയാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. തന്തയാരാണ് എന്നറിയാത്ത പെണ്ണല്ലേ ജനിച്ചപ്പോൾ തന്നെ തള്ളയുടെ ജീവൻ എടുത്തവൾ. എന്റെ ഹേമേ, ഈ പെണ്ണിന് ഇത്രയും സ്വർണമൊക്കെ ഉള്ളോ? ആ വൈദുവിന്റെ തന്നെ 100 പവനോളം ആ കിളവൻ വാങ്ങിവെച്ചത് ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ അണിഞ്ഞ് കുറച്ചു മെനയ്ക്ക് വന്നൂടെ ഈ പെണ്ണിനെ? അപ്പുവിന്റെ സൗന്ദര്യത്തിൽ കുശുമ്പ് തോന്നിയ സോണിയുടെ അമ്മ സരിത ആലോചനയോടെ നിന്ന ഹേമയോട് പറഞ്ഞു. നിങ്ങൾ അകത്തേക്ക് കയറുന്നില്ലേ പെണ്ണുങ്ങളെ? മുഹൂർത്തത്തിന് നേരമായി. അമ്പലത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന സുരേന്ദ്രൻ ഹേമയോടും സരിതയോടും ആയിട്ട് തിരക്കി. അതോടെ സരിത പറഞ്ഞതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഹേമ. ഞങ്ങൾ ഇതാ വരുന്നു അനന്തേട്ടാ. ദേവകിയുടെ കൈ പിടിച്ച് അമ്പലത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്ന അപ്പുവിനെ നോക്കിക്കൊണ്ട് തന്നെ ഹേമ പറഞ്ഞു. 4 ആളും മുതിർന്നവരോട് അനുഗ്രഹം വാങ്ങിയ ശേഷം കാശിയും അപ്പുവും മുന്നിലേക്ക് നിന്നോളൂ. സുരേന്ദ്രൻ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞത്? ഹേമ സുരേന്ദ്രനെ നോക്കി. കാശിയല്ലേ മൂത്തത്, അവന്റെ കെട്ട് വേണം ആദ്യം നടത്താൻ, അയാൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അത് പറ്റില്ല ഏട്ടാ, ആദിയുടെ വിവാഹം ആദ്യം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച്, ഹേമ വാശിയോടെ പറഞ്ഞു. അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും മേമയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുന്ന കാശി ഈ വാക്ക് തർക്കം അസ്വസ്ഥത തീർത്തു. അച്ചാച്ചാ, അവരുടെ വിവാഹം നടക്കട്ടെ പ്ലീസ്. ഇങ്ങനെ നിന്ന് ബഹളം വയ്ക്കല്ലേ എന്നൊന്ന് പറയ്. കാശി ചുറ്റിനും നിൽക്കുന്ന ആളുകളെ നോക്കി ജഗന്നാഥനോട് പറഞ്ഞു. സുരേന്ദ്ര, ആദ്യം ആദിയുടെ വിവാഹം നടക്കട്ടെ, പിന്നീട് മതി കാശിയുടെ കെട്ട്. എപ്പോ എങ്ങനെ കെട്ടി എന്നതല്ലല്ലോ, എങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ കാര്യം, ജഗന്നാഥൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. കണ്ടോ ഏട്ടത്തി, ഞാൻ പറഞ്ഞത് അയാൾക്ക് പിടിച്ചില്ല. മുഖം കുനിച്ചു നിന്ന് ഹേമ സരിതയോട് പറഞ്ഞു. അത് ശരിയല്ല അമ്മാവ, കാശിയാണ് മൂത്തത്, അതുകൊണ്ട് അവന്റെ വിവാഹം തന്നെ ആദ്യം കഴിക്കണം. ഹേമയുടെ വാശി സമ്മതിക്കില്ല എന്നതുപോലെ സുരേന്ദ്രൻ പറഞ്ഞു. മുഹൂർത്തമായി, കുട്ടികളെ മുന്നിലേക്ക് നിർത്തിക്കോളൂ എന്ന തിരുമേനിയുടെ വാക്കുകൾ കേട്ടതും സുരേന്ദ്രൻ കൈ നീട്ടി കാശിയുടെ കയ്യിൽ പിടിച്ചു അവനെ മുന്നിലേക്ക് നിർത്തി. ദേവകി അപ്പുവിനെയും. പ്രാർത്ഥനയോടെ ഇത് അപ്പുവിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക കാശി. തിരുമേനിയുടെ കയ്യിൽ നിന്ന് ജഗന്നാഥൻ ആ താലി ഏറ്റുവാങ്ങി കാശിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ താലി അപ്പുവിന്റെ കഴുത്തിൽ കെട്ടുമ്പോൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥന ചൊല്ലി കൈകൂപ്പി നിൽക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്ത് കാശിയുടെ മിഴികൾ ഒരു നിമിഷം തങ്ങി നിന്നു. താലി കെട്ടുന്നേരം അപ്പുവിന്റെ തലമുടി ഒതുക്കിക്കൊടുത്തും അവൾക്കൊപ്പം തന്നെ തുണയായി അശ്വതി കൂടെ തന്നെ നിന്നിരുന്നു. കാശി താലി കെട്ടിക്കഴിഞ്ഞ് ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് ആ നെറുക ചുമപ്പിച്ചതും ജഗന്നാഥൻ അപ്പുവിന്റെ കൈകൾ പിടിച്ചു കാശിയെ ഏൽപ്പിച്ചു. കാശി, മക്കളെ, ഞാനും നിന്റെ അച്ചമ്മയും അല്ലാതെ ഈ ഭൂമിയിൽ ഇവൾക്ക് ആരുമില്ല. നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാണ് ഞാൻ എൻ്റെ പൊന്നുമോളെ. ഏതവസ്ഥയിലും നീ ഇവളെ തനിച്ചാക്കരുത്. അതുപോലെ ഞങ്ങൾ ഇതിനെ പൊത്തിപ്പൊതിഞ്ഞു പിടിച്ചു വളർത്തി. ഇനി നീ വേണം അവൾക്ക് താങ്ങായും തണലായും നിൽക്കാൻ. നിനക്കവളും അവൾക്ക് നീയും ആയി നിങ്ങളായിട്ട് വേണം ഇനി എന്നും മുന്നോട്ടു പോകാൻ. സങ്കടം നെഞ്ചിൽ തിക്കുമുട്ടുമ്പോൾ അയാൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെ അവന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനുണ്ട് അവൾക്ക്. അച്ചാച്ചനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു കാശി. ഓ, കിളവന്റെ ഓരോ അഭ്യാസങ്ങളെ. അയാളുടെ ആ ദയനീയാവസ്ഥയിൽ കൂടി നിന്നവരുടെ കണ്ണുകൾ നനഞ്ഞപ്പോൾ ഹേമ പറഞ്ഞത് അതായിരുന്നു. മുഖം കുനിച്ചു നിന്ന അപ്പു തുളുമ്പുന്ന മിഴികൾ മാത്രം ഉയർത്തി കാശിയെ ഒരൊറ്റ നോട്ടം നോക്കി. ഒരിക്കലും തനിച്ചാക്കില്ല. എൻ്റെ ഈ ജന്മത്തിന്റെ നിയോഗം ആകും അപ്പുവിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. അത് ഭംഗിയായി തന്നെ ഞാൻ നിറവേറ്റും. മനസ്സിലാണ് കാശി അത് പറഞ്ഞതെങ്കിലും അത് മനസ്സിലായിട്ട് എന്ന പോലെ ഒരു കുഞ്ഞു പുഞ്ചിരി അവളിൽ വെച്ചു. അവളുടെ അഴകേറിയ മുഖം ആരെയും കൊതിപ്പിക്കുന്ന ചിരിയൊക്കെ ഏതൊരാളും നോക്കി നിന്നും പോകും വിധമായിരുന്നു. ആദിയുടെയും സോണിയുടെയും താലികെട്ട് കൂടെ കഴിഞ്ഞതും അമ്പലത്തിൽ ഒന്ന് വലം വെച്ച് തൊഴുതു വന്നു. ഇനി നമുക്ക് ഹാളിലേക്ക് പോകാമല്ലോ അല്ലേ ഏട്ടാ? ആദിയും സോണിയും തൊഴുതു വന്നതും സുരേന്ദ്രന്റെ അടുത്തേക്ക് വന്ന് ഹേമ ചോദിച്ചു. അയാൾ മുഖം തിരിച്ചു. ആദിയും കാശിയും സംസാരിച്ചു നിൽക്കുന്നിടത്തേക്ക് നോക്കി. പോകാം, നീ ഒന്ന് സമാധാനപ്പെട്. പിള്ളേർ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ, അയാൾ വലിയ ധൃതിയൊന്നും കാണിക്കാതെ പറഞ്ഞു. അയാളുടെ ആ ഭാവം കാണെ ഹേമ പിന്നെ ഒന്നും പറയാതെ ദേഷ്യമടക്കി നിന്നു. ജയ, മിച്ചു എന്താ കല്യാണത്തിന് വരാത്തത്? ഇരു ജോഡിയും അമ്പലക്കുളത്തിനരികിൽ ഫോട്ടോ എടുക്കാനായി പോയ നേരം പുറത്ത് എന്തോ സംസാരിച്ചു നിൽക്കുന്ന വിനയോടും ജയനോടുമായിട്ട് ദേവക തിരക്കി. അത് പിന്നെ അമ്മേ, ഇന്ന് അവൾക്ക് ഒരു എക്സാം ഉണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല, അതാണ് വരാത്തത്. അതിനും കൂടെ ചേർത്ത് മൃദു വന്നല്ലോ അമ്മേ, കണ്ടില്ലേ? ജയൻ വല്ലായ്മ ഒളിപ്പിച്ച് കാശി ഫോട്ടോ എടുക്കുന്നിടത്ത് നിന്ന് ചിരിയോടെ അവനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്ന മൃദുലിനെ നോക്കി പറഞ്ഞു. അവനെ ഞാൻ കണ്ടിരുന്നു. അവൻ ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി ചടങ്ങുകൾ നടക്കുന്ന ഹോട്ടലിൽ മിച്ചു എത്തിക്കോളും അല്ലേടാ? എന്തു പറയുന്നു എന്ന് ആലോചിച്ച് നിൽക്കുന്ന അയാളോട് വ്യക്തമായി തന്നെ ദേവകി ചോദിക്കെ ജയന്റെ തല കുനിഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാണ്. വിനീതയും കാശിയും വിവാഹം കഴിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്
വിനയും മൃദുലയുമാണ്. അവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുത്തത് പോലും അത് നടക്കാതെ വന്നതുകൊണ്ടും വിനീത ആകെ വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ടുമാണ് ഇന്ന് മിച്ചു വരാത്തത്. നീ എന്താടാ ഒന്നും പറയാതെ നിൽക്കുന്നത്? ആലോചനയുടെ നിന്ന് അയാളോട് ദേവകി വീണ്ടും ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. അവൾ എക്സാം കഴിഞ്ഞു നേരത്തെ വരാൻ പറ്റിയാൽ ഹോട്ടലിലെ ഫംഗ്ഷന് വരും, അത്ര തന്നെ. ജയൻ എന്തെങ്കിലും പറയും മുമ്പ് വിനയ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ദേവകി അതിനെ അമർത്തി ഒന്ന് മൂളിക്കൊണ്ട് ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു വരുന്ന കാശിയുടെ അടുത്തേക്ക് പോയി. 12 മണിക്ക് വീട്ടിലേക്ക് കയറേണ്ടേ കാശി? ഇങ്ങനെ നിന്നാൽ എല്ലാവരെയും കഴിക്കാൻ വിളിക്ക്, കഴിച്ചിട്ട് ഇറങ്ങേണ്ടേ? ദേവകി അവനരികിലേക്ക് വന്നു തിരകി. ഓ അച്ചമ്മേ, ഇതിനിപ്പോൾ ഇത്രയും ആളുകളല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ, കഴിക്കാം. പുഞ്ചിരിയോടെ അവിടെയും ഇവിടെയുമായി നിൽക്കുന്നവരെ നോക്കി കാശി പറഞ്ഞു. അമലിന്റെയും സന്ദീപിന്റെയും കുടുംബവും ബാങ്കിലുള്ള അടുത്ത 1-2 സുഹൃത്തുക്കളെയും വായനാശാലയിൽ സ്ഥിരം കാണുന്ന കുറച്ച് പിള്ളേർ സെറ്റും ഒക്കെയായിരുന്നു കാശിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അച്ചുവിന്റെ വീട്ടുകാരും തങ്കമണിയും ശാന്തയും അടക്കം കുറച്ച് നാട്ടുകാരും ഉണ്ടായിരുന്നു അപ്പുവിന്റെയും കാശിയുടെയും കല്യാണ സദ്യ കഴിക്കാൻ. കാശി, അപ്പു ഇവിടെ എവിടെയെങ്ങും കണ്ടില്ലല്ലോ. ദേവകി ചുറ്റും നോക്കി. അമലിന്റെ ഭാര്യ ഉമ അച്ചുവും കൂടെ അവളെ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി അച്ചമ്മേ. അല്പം മാറി റോഡിൽ നിന്ന് അകന്നു പോകുന്ന കാറുകൾ നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു. അത് നിന്റെ അച്ഛനും ചെറിയമ്മയും ഒക്കെ പോകുന്നതാണ്. ആദിയും പെണ്ണും നേരത്തെ പോയിരുന്നു. അവിടെ പോയിട്ട് ബാക്കി ചടങ്ങുകളൊക്കെ ചെയ്യുമെന്ന് ദേവകി മുഖത്ത് തെളിഞ്ഞ സങ്കടത്തിൽ പറഞ്ഞു. അതിനിപ്പോ എന്താ അച്ചമ്മേ, അതൊക്കെ നല്ലതല്ലേ? കാശി ചെറുചിരിയോടെ പറഞ്ഞു. എല്ലാം നല്ലതിനാണ്. നിന്റെ അച്ഛനും നിനക്കൊപ്പം എല്ലാ കാര്യത്തിനും കൂടെ തന്നെ നിൽക്കണം എന്ന് നിനക്ക് ആഗ്രഹമില്ലായിരുന്നോ കാശി? വേദന നിറഞ്ഞ ശബ്ദത്തിൽ അവർ തിരക്കി. ഇപ്പോൾ എനിക്ക് അങ്ങനെ യാതൊരു ആഗ്രഹവുമില്ല അച്ചമ്മേ. ആഗ്രഹിച്ച കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പ്രസവിച്ച അമ്മയ്ക്ക് വേണ്ടാത്ത ഒരു കുട്ടിയെ അച്ഛൻ എന്തിനു സ്നേഹിക്കണം? പറയുമ്പോൾ മുഖത്ത് പതിഞ്ഞ ഒരു ചിരിയാണ് എങ്കിലും അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവന് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട് മോനെ. നിന്നോട് കൂടുതൽ അടുത്താൽ, സ്നേഹം പഠിപ്പിച്ചാലൊക്കെ ഹേമ അവന് സ്വസ്ഥത കൊടുക്കില്ല. എത്രയോ വട്ടം ഞാൻ കേട്ടിട്ടുണ്ട് അവൾ പറയുന്നത്. എനിക്ക് പരാതിയൊന്നുമില്ല എൻ്റെ അച്ചമ്മേ. ദേ, അച്ചാച്ചനെ കൂട്ടി കഴിക്കാൻ പോയിരുന്നോ? പോകേണ്ടേ നമുക്ക്? ഞാനും ഇവരെയൊക്കെ കൂട്ടി ഇപ്പോൾ അങ്ങ് വന്നേക്കാം. അവർക്ക് വിഷമമായെന്ന് തോന്നിയപ്പോൾ കാശി വിഷമം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവർ നേർമയിൽ ഒന്ന് മൂളിക്കൊണ്ട് ജഗന്നാഥനടുത്തേക്ക് പോയി.